ഹലോ ഫ്രണ്ട്സ്, 3RP വിഷ്വൽസിൻ്റെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാശിനാഥൻ്റെ സഞ്ചാരങ്ങൾ എന്ന പരമ്പരയുടെ മൂന്നാം ഭാഗത്തിൽ നമ്മൾ കണ്ടത് തഞ്ചാവൂർ അമ്പലമാണ്. തഞ്ചാവൂർ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളുമൊക്കെ കണ്ട് നമ്മൾ അടുത്തത് വേളാങ്കണ്ണിക്ക് യാത്ര പുറപ്പെടാൻ പോവാണ്. പോകുന്ന വഴിയിൽ തമിഴ്നാടിൻ്റെ മനോഹരമായ ഗ്രാമക്കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോകാം. തമിഴ്നാട്ടിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് കരിമ്പനകളാണ്. അതുകൂടാതെ നെൽപ്പാടങ്ങളും കാണാം. തഞ്ചാവൂരിൽ നിന്നും മണ്ണാർക്കുടി വഴിയാണ് നമ്മൾ വേളാങ്കണ്ണിക്ക് പോകുന്നത്. മണ്ണാർക്കുടി ടൗണിലെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മളങ്ങനെ വേളാങ്കണ്ണിയിലേക്ക് പ്രവേശിച്ചു. നാഗപട്ടണം ജില്ലയിലെ ഒരു കൊച്ചു പട്ടണമാണ് വേളാങ്കണ്ണി. വേളാങ്കണ്ണിക്ക് വരുമ്പോൾ ഒരുപാട് ചെറുതും വലുതുമായ ലോഡ്ജുകളുണ്ട്. നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്തത് തിരുവള്ളുവാർ റെസ്റ്റ് ഹൗസ് എന്നൊരു ലോഡ്ജാണ്. സാധാരണക്കാരായ ആൾക്കാർക്ക് പറ്റുന്ന ഒരു ലോഡ്ജാണ്. ഇതുപോലെ ഒത്തിരി ലോഡ്ജുകൾ ഇവിടെയുണ്ട്. നമ്മുടെ കാശിനാഥനെ ലോഡ്ജിന് മുന്നിൽ പാർക്ക് ചെയ്ത് കേട്ടോ. ആൾക്കാർ ഓരോന്നായി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ മലയാളികൾ വരുന്ന ഒരു ലോഡ്ജ് കൂടിയാണിത്. ഈ ലോഡ്ജിന്റെ ഓണറാണ് ഇദ്ദേഹം കേട്ടോ. ഇദ്ദേഹം APJ അബ്ദുൽ കലാമിന്റെ ഒരു ആരാധകൻ കൂടിയാണ്. എല്ലാവരും അവിടെ വന്ന് റൂം എടുത്തു. 800 രൂപയാണ് ഒരു ദിവസത്തെ വാടക. അവിടുത്തെ ഒരു റൂമിലെ കാഴ്ച ഞാൻ കാണിച്ചു തരാം. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ലോഡ്ജാണിത് കേട്ടോ. അതിനു മുകളിലെ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണതായി കാണാം. അതുകൂടാതെ അതിന് ബലക്ഷയമുള്ളതിനാൽ ഇരുമ്പിന്റെ ആംഗ്ലെയർ കൊണ്ട് ബലപ്പെടുത്തിയതും കാണാം. ഇങ്ങനെ ഒരു ലോഡ്ജ് മുറി കാണുന്നത് ജീവിതത്തിൽ ആദ്യമായാണ്.
വൈകുന്നേരം ഒരു 5:30 മണിയായപ്പോൾ ഞങ്ങൾ വേളാങ്കണ്ണിയിലെത്തി. അവിടുന്ന് എല്ലാവരും കുളിച്ച് ഫ്രഷായി പള്ളിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പോകുന്ന വഴിയിലെ കാഴ്ചകൾ കാണാം. ഇത് വേളാങ്കണ്ണിയിലെ ബസ് സ്റ്റാൻഡാണ്. ഇവിടെ നിന്നും കേരളത്തിലേക്കും തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും ബസ്സുകൾ പുറപ്പെടുന്നുണ്ട്. ഇത് സ്ട്രെയിൻ റൂംസ് ബുക്കിംഗ് ഓഫീസ്. ഇവിടെ വന്ന് റൂം ബുക്ക് ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞ നിരക്കിൽ നല്ല ഫെസിലിറ്റിയുള്ള റൂമുകൾ നമുക്ക് കിട്ടും. നേരത്തെ ബുക്ക് ചെയ്യണമെന്ന് മാത്രം. വേളാങ്കണ്ണിയിലെ മറ്റൊരു പ്രത്യേകത ഏറ്റവും കൂടുതൽ തട്ടുകടകളാണ്. അവിടെ ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തുന്നത് മത്സ്യവിഭവങ്ങളാണ്. ഒരു പ്ലേറ്റിന് 100 രൂപ മുതൽ 500 രൂപ വരെ വിലയുള്ള മത്സ്യവിഭവങ്ങൾ ഇവിടെ കഴിക്കുവാൻ കിട്ടും. ഇത് ചെറുമീനുകളാണ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു പ്ലേറ്റിന് 100 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. പള്ളിയുടെ രാത്രി കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ദീപങ്ങളെല്ലാം തെളിഞ്ഞു മനോഹരമായ ഒരു കാഴ്ച. ഇപ്പോൾ കാണുന്നത് പള്ളിയുടെ കിഴക്ക് വശത്തെ രാത്രി കാഴ്ചകളാണ്. അവിടുത്തെ കച്ചവടവും ഇതുതന്നെയാണ്. ഏറ്റവും കൂടുതൽ മീൻ വിഭവങ്ങളാണ്. ഈച്ചകളും പ്രാണികളും ഒന്നും വരാതിരിക്കാനാണ് ഈ ഫാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. അതുകൂടാതെ പല വിധത്തിലുള്ള മെഴുകുതിരി കച്ചവടങ്ങളും ടോയ്സ് കച്ചവടങ്ങളും നമുക്കവിടെ കാണാൻ കഴിഞ്ഞു. രാത്രിയിലെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ റൂമിലേക്ക് മടങ്ങി. പിറ്റേ ദിവസം രാവിലെ ഭക്ഷണമൊക്കെ തയ്യാറാക്കി ഒന്നുകൂടി പള്ളിയിലേക്ക് പോകാനുള്ള ശ്രമത്തിലാണ്. രാവിലെ തന്നെ ഞങ്ങൾ വീണ്ടും പള്ളിയിലേക്ക് നടന്നു. പള്ളിയിൽ രാത്രി കണ്ട അത്ര തിരക്ക് പകലില്ലായിരുന്നു. നാഗപട്ടണം ജില്ലയിൽ റോമൻ കത്തോലിക്ക സഭയുടെ കീഴിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. വേളാങ്കണ്ണി മാതാവെന്നും ആരോഗ്യ മാതാവെന്നും ഇവിടുത്തെ മാതാവിനെ അറിയപ്പെടുന്നു. 8 നോമ്പ് പെരുന്നാളിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വന്നു ചേരുന്നത്. കിഴക്കിൻ്റെ ലൂർദ് എന്നും അറിയപ്പെടുന്നു. 1962 ഈ പള്ളിയെ മാർപ്പാപ്പ ബസിലിക്കയായി ഉയർത്തിയത്. ഈ മാതാവിന് മുന്നിൽ വിശ്വാസികൾ ഭക്തിപൂർവ്വം അർപ്പിക്കുന്ന ഒരു നേർച്ചയാണ് മുട്ടിലിഴയുന്ന നേർച്ച. നമുക്ക് അർഹിക്കപ്പെട്ട എന്ത് കാര്യങ്ങളും മാതാവിൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ച് മുട്ടിലിഴയുകയാണെങ്കിൽ ആ കാര്യങ്ങൾ സാധിച്ചു തരുമെന്നാണ് വിശ്വാസം. വേളാങ്കണ്ണിയിലെ ഈ ചെറിയ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇനി രാമേശ്വരത്തേക്ക് മടങ്ങുവാൻ സമയമായി. 3RP വിഷ്വൽസിൻ്റെ കാശിനാഥൻ്റെ സഞ്ചാരങ്ങൾ എന്ന പരമ്പരയുടെ 4ാം ഭാഗമായിരുന്നു ഈ വേളാങ്കണ്ണി കാഴ്ചകൾ. ഇതിൻ്റെ 5ാം ഭാഗമായ രാമേശ്വരത്തെ കാഴ്ചകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.